മധ്യപ്രദേശിൽ നിന്നും വേറിട്ട ശേഷം ഛത്തീസ്ഗഡിൽ നടന്ന 4 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിജയം നേടിയത് ബിജെപിയാണ്. മോദിയുടെ സാന്നിധ്യം ഒരു വശത്ത്, ഭൂപേഷ് ബാഗലിന്റെ നേതൃത്വം മറുവശത്ത്. വലിയ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബിജെപിയുടെ മനസ്സിൽ ഇല്ല. എന്താകും ഛത്തീസ്ഗഡ് വോട്ടർമാരുടെ മനസ്സിലെന്നറിയാൻ ഇനി അധിക സമയമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 തവണ കോൺഗ്രസും 4 തവണ ബിജെപിയും അധികാരത്തിലെത്തിയ സംസ്ഥാനം. മധ്യപ്രദേശ് റീഓർഗനൈസേഷൻ നിയമപ്രകാരം 2000-ൽ വേർപിരിഞ്ഞ് രൂപം കൊണ്ട സംസ്ഥാനം. അതാണ് ഛത്തീസ്ഗഡ്. ഹിന്ദി ഹൃദയഭൂമിയായ മധ്യപ്രദേശിനെ 2 സംസ്ഥാനമാക്കി വേർതിരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. എന്നാൽ വാജ്പേയിയുടെ നേതൃത്വത്തിലെത്തിയ ബിജെപി കേന്ദ്ര സർക്കാർ പതിറ്റാണ്ടുകളായുള്ള ആ ആവശ്യം നടപ്പിലാക്കി. അതിന്റെ ഗുണം കാലാന്തരത്തിൽ ബിജെപി കൊയ്തു. പക്ഷേ സംസ്ഥാനം രൂപീകരിച്ച വർഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90 സീറ്റുകളിൽ 48 സീറ്റ് സ്വന്തമാക്കി കോൺഗ്രസാണ് ഛത്തീസ്ഗഡിലെ ആദ്യ സർക്കാർ രൂപീകരിച്ചത്. അജിത് ജോഗി മുഖ്യമന്ത്രി. പക്ഷേ 2003 മുതൽ 2013 വരെ ബിജെപിയെ ജയിപ്പിച്ചതും ഇതേ ഛത്തീസ്ഗഡ് തന്നെ. രമൺ സിംഗ് മുഖ്യമന്ത്രി. ലോക്സഭയിലും നിയമസഭയിലും ബിജെപിക്കൊപ്പം സംസ്ഥാനം നിലകൊണ്ടു. വീണ്ടും 2018-ൽ കഥ മാറി. ഭൂപേഷ് ബാഗേൽ മുഖ്യമന്ത്രി. കോൺഗ്രസ് സർക്കാർ അധികാരം തിരിച്ചുപിടിച്ചു. ബിജെപിക്ക് ലഭിക്കാത്ത ഭൂരിപക്ഷത്തോടെ ഭൂപേഷ് ബാഗേൽ അധികാരത്തിലെത്തി. 68 നിയമസഭാ സീറ്റുകളിൽ കോൺഗ്രസ് വിജയക്കൊടി പാറിച്ചു. അന്ന് കോൺഗ്രസിന് അനുകൂലമായത് ബിജെപി ഭരണവിരുദ്ധ വികാരമായിരുന്നു. ഇത് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. പക്ഷേ 2018-ലെ വിജയം നൽകിയ ഊർജവും ആത്മവിശ്വാസവും 2023-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചില്ല. കാറ്റ് വീണ്ടും മാറിവീശി. 54 സീറ്റ് നേടി ബിജെപി സർക്കാർ വീണ്ടും വന്നു. ആ വിജയത്തെ തുണച്ചത് ബിജെപിയുടെ വലിയ തന്ത്രങ്ങളാണ്. ഛത്തീസ്ഗഡ് പിടിക്കാൻ അതുവരെ രമൺ സിംഗ് എന്ന ശക്തനായ നേതാവിന്റെ പ്രഭാവം മാത്രം മതിയായിരുന്നു ബിജെപിക്ക്. 3 തവണ ബിജെപി മുഖ്യമന്ത്രിയായിരുന്ന രമൺ സിംഗ് ബിജെപിയുടെ സംസ്ഥാനത്തെ മുഖമായിരുന്നു. എന്നാൽ 2018-ലെ അധികാരനഷ്ടം ബിജെപിയെ മാറിച്ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഇതോടെ പ്രചാരണ തന്ത്രം മാറ്റി. മോദിയെ ഇറക്കി പ്രചാരണം നടത്തി. സർവം മോദിമയം. വലിയ വാഗ്ദാനങ്ങളുമായി നരേന്ദ്രമോദി നേരിട്ടെത്തി പ്രചാരണം നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാതെ ബിജെപി ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടു. അങ്ങനെ 2023-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഷ്ണു ഡിയോസായി ബിജെപി മുഖ്യമന്ത്രിയായി. ഛത്തീസ്ഗഡിലെ ആദ്യ ഗോത്രവിഭാഗ മുഖ്യമന്ത്രി. അതോടെ ആദിവാസി സമൂഹം ഏറെയുള്ള ഛത്തീസ്ഗഡിൽ ഗോത്രവർഗത്തെ കൂടെ നിർത്താൻ അവർക്കായി. കർഷക ആത്മഹത്യ ഏറെ നടന്ന, നിരന്തര നക്സലൈറ്റ് ആക്രമണങ്ങൾക്ക് ഇരയായ സംസ്ഥാനം. മാവോയിസ്റ്റ് ആക്രമണത്തിൽ കുറവ് വന്നത് പഴയ ഭൂപേഷ് ബാഗേൽ സർക്കാരിന്റെ സമയത്താണെങ്കിലും പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഒരു സർക്കാരിനും സാധിച്ചിട്ടില്ല. നെല്ലുവില കൂട്ടുക, പാചകവാതക സിലിണ്ടർ വില കുറയ്ക്കുക, വിവാഹിതരായ സ്ത്രീകൾക്കും ഭൂരഹിതരായ കർഷകർക്കും സാമ്പത്തിക സഹായം എന്നിവയെല്ലാമാണ് ബിജെപി ഇത്തവണ നൽകിയ വാഗ്ദാനം. സിലിണ്ടർ സബ്സിഡി, നെല്ലുവില വർധന, സൗജന്യ വിദ്യാഭ്യാസം, സമുദായങ്ങൾക്കുള്ള കമ്മ്യൂണിറ്റി കാർഡ്, ഇങ്ങനെ പോകുന്നു കോൺഗ്രസ് വാഗ്ദാനങ്ങൾ. കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തുവന്നതാകട്ടെ പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിലായിരുന്നു. മാത്രമല്ല, പ്രകടന പത്രിക ജനങ്ങളിലേക്ക് എത്തിയോ എന്നും സംശയമുണ്ട്. താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ പഴയ പോലെ പ്രവർത്തകരുമില്ല. മാത്രമല്ല, മഹാദേവ് എന്ന വാതുവെപ്പ് ആപ്പിന്റെ നിർമ്മാതാക്കളിൽ നിന്ന് 508 കോടി രൂപ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ കൈപ്പറ്റി എന്ന ആരോപണം ബാഗേലിന്റെയും കോൺഗ്രസിന്റെയും വിലയിടിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ ഓഫീസുകളും വീടുകളും ഏജൻസികൾ ഓടി നടന്ന് റെയ്ഡ് ചെയ്തു. ഏതായാലും ഇത്തവണ 11 പാർലമെന്റ് സീറ്റിൽ 11 നേടുക എന്നതാണ് ബിജെപിയുടെ ലക്ഷ്യം. കർഷകരെയും ആദിവാസികളെയും സ്വാധീനിക്കാനായാൽ ഇത് സാധ്യമാകുമെന്ന് അവർ കരുതുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ കോൺഗ്രസിനെ തുണച്ച പാരമ്പര്യം ഈ സംസ്ഥാനത്തിനില്ല. അതുകൊണ്ടുതന്നെ കോൺഗ്രസ് ജയിക്കണമെങ്കിൽ വലിയ അട്ടിമറി നടക്കണം. भरोसा तक
छत्तीसगढ़ भरोसा कैसे कर सकता है। ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് മലയാളം.